മാതൃഭൂമിയുടെ ശാസ്ത്ര ലേഖകൻ ജോസഫ് ആന്റണി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോസഫ് ആന്റണി, നമസ്കാരം. ഒരുപാട് ശാസ്ത്ര സംബന്ധമായ ലേഖനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള പരിചയമുള്ള താങ്കൾക്ക് ഈ ഒരു സംഭവത്തെ, സുനിത വില്യംസും ബുഷ് വിൽമോറും ഈ 9 മാസങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് വരുമ്പോൾ ആ കാര്യത്തെ താങ്കൾ എങ്ങനെയാണ് ഒരു ശാസ്ത്ര ലേഖകൻ എന്നുള്ള നിലയിൽ നോക്കിക്കാണുന്നത്? തീർച്ചയായും സന്തോഷകരമായ, കാരണം സമീപകാലത്തെ ചരിത്രത്തില് ഇത്രയും വാർത്താ പ്രാധാന്യം നേടിയ അത് സുനിത വില്യംസ് ഇന്ത്യൻ വംശയായതുകൊണ്ട് മാത്രമാണ്. നിങ്ങളൊരു ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, സ്പേസിൽ പെട്ടുപോകുക എന്ന് പറയുന്ന അവസ്ഥയിൽപ്പെട്ട 2 പേര് മാസങ്ങൾക്ക് ശേഷം 8 ദിവസത്തെ ദൗത്യത്തിന് പോയിട്ട് അവസാനം 9 മാസത്തിന് ശേഷം തിരിച്ചെത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിനകത്ത് വലിയ ആകാംക്ഷ. മാത്രമല്ല, ഒരു ബോയിങ് പോലെയുള്ള ഒരു വലിയ കമ്പനിയാണ്, പിന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കമ്പനികൾ ഒന്നിന്റെ ഒരു സ്റ്റാർലൈൻ എന്ന് പറയുന്ന പേടകത്തിൽ പോവുകയും അതിനെ കേട് സംഭവിക്കുകയും അവസാനം ഇവരവിടെ വിടുകയും ചെയ്തു. 9 മാസം കഴിഞ്ഞ് സ്പേസ് എക്സിന്റെ വാഹനം അവർ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞ ഒരു ഹോളിവുഡ് മൂവിയിലൊക്കെ കാണുന്ന രംഗം തന്നെയാണ്. നമ്മൾ സ്പേസിൽ അകപ്പെടുക, നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ അധികം കണ്ടിട്ടില്ല. യഥാർത്ഥ ജീവിതത്തിൽ സ്പേസിൽ പോയി കുടുങ്ങേണ്ടി വരുന്നവരാവും. ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പ്രൊഫസർ പറഞ്ഞതുപോലെ കുടുങ്ങുമല്ല ചെയ്തത്, അപകടം റിസ്ക് കണ്ടപ്പോൾ നാസ ആ യാത്ര തന്ത്രപരമായി വെക്കുകയും ഇവരെ അവിടുത്തെ എക്സ്പെഡീഷൻ 72 എന്ന് പറയുന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി ഇവരെ നിയമിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇതിനു മുമ്പ് 2 തവണ സുനിത വില്യംസും വിൽമോറും പോയിട്ടുണ്ട് ബഹിരാകാശത്ത്. ഇത് 3-ാം തവണയാണ് അവരുടെ ബഹിരാകാശ നിലയത്തിലുള്ള ജീവിതം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനു മുമ്പ് 2 തവണ പോയപ്പോഴേ പോലെ തന്നെ അവിടുത്തെ ഗവേഷണങ്ങളിലും അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു വരികയായി. അപ്പൊ സ്വാഭാവികമായിട്ടെങ്കിലും ഇവരുടെ യാത്ര അനിശ്ചിതമായിട്ട് വൈകുന്നു എന്നുള്ള ഒരു തോന്നല് നാസയുടെ തൊടുകയുള്ള വാർത്താ കുറിപ്പുകളിൽ നിന്ന് മൊത്തം ലോകത്ത് പരന്നതുകൊണ്ട് ഇവരുടെ തിരിച്ചുവരവ് വലിയൊരു സംഭവമായി. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വർഷത്തിൽ 2 തവണ വെച്ച്, അല്ലെങ്കിൽ ഓരോ എക്സ്പെഡീഷൻ മാറുമ്പോഴും പുതിയ ക്രൂ സംഘം അവിടെ എത്തുകയും പകരം അവിടെ താമസിക്കുന്നതിൽ കുറച്ചുപേര് തിരിച്ചു പോവുകയും ചെയ്യുന്ന റുട്ടീൻ ഏർപ്പാടാണ്. കാരണം ഇത് 25 വർഷമായിട്ട് തുടരുന്ന ഒരു സമിതിയാണ്. ബഹിരാകാശ നിലയത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 25 വർഷമായിട്ട് സ്ഥിരതാമസം, ഭൂമിക്ക് വെളിയിൽ സ്ഥിരതാമസമുള്ള ഏക സ്ഥലമാണ് ബഹിരാകാശ നിലയം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അതുകൊണ്ട് ഒരു റുട്ടീൻ സംഗതിയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റേ അതിന് അസാധാരണമായ ഒരു റുട്ടീൻ സംഭവമായിട്ട് മാറി എന്നുള്ളതാണ് വാസ്തവം.